ഹായ് കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? രാവിലെ തന്നെ മഴ ചതിച്ചു കേട്ടോ. നല്ല തകർപ്പ മഴയാണേ. എന്താ മഴയൊക്കെ പിടിച്ച് മഴ നനയാതിരിക്കാൻ ഞാൻ എൻ്റെ കോട്ടൊക്കെ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ കാര്യം എന്തായാലും ഗുദാഹവായായി. ഇനി ഏതായാലും നമുക്ക് വർക്കൊന്നും നടക്കില്ല. നല്ല മഴയാണ് കേട്ടോ. അതേ മഴയ്ക്ക് പിന്നെ ശക്തി കൂടി. മഴ എവിടെ പെയ്യട്ടെ. നിങ്ങളൊക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തായിരുന്നോ? സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എന്തായാലും ഞാൻ നനയാതിരിക്കാൻ കയറി നിന്നോടത്ത് അത്യാവശ്യം എൻ്റെ മേത്തോട്ടൊക്കെ വെള്ളം ചാടാൻ തുടങ്ങിയപ്പം ഞാൻ കോട്ട് തലേക്കൂടെയും കൂടി ഇട്ടു കേട്ടോ. മഴ കഴിഞ്ഞപ്പോൾ തിരിച്ച് വീട്ടിൽ വന്നേ. കഴിഞ്ഞ ദിവസം കിട്ടിയ ചക്കപ്പഴം ഇരിക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ആ ചക്കപ്പഴം കൊണ്ടേ കുമ്പിളപ്പം ഉണ്ടാക്കാവേ. ഈ വർഷം ചക്ക കിട്ടിയിട്ട് കുമ്പിളപ്പം ഉണ്ടാക്കിയേ ഇല്ല, കഴിച്ചുമില്ല കേട്ടോ. അങ്ങനെ ഞാൻ ചക്കച്ചോളം എല്ലാം കൂടെ നല്ല കുനുകുന അരിഞ്ഞെടുത്തിട്ടുണ്ടേ. അപ്പോൾ വഴറ്റണമെങ്കിൽ ഇതേ പരിപാടിയുള്ളൂ. അപ്പോൾ അതിനുള്ള തേങ്ങയും ശർക്കരയും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് ചക്ക നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലോണം ഒന്ന് ഉടഞ്ഞോട്ടെ, വെന്തുടയണേ. നല്ല മധുരമുള്ള ചക്കപ്പഴം കേട്ടോ. ശർക്കര അതുകൊണ്ട് നമ്മൾ മധുരം കുറച്ചേ ചേർക്കുന്നുള്ളേ. നല്ല മധുരമുള്ള. അപ്പം നല്ലോണം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കതിലേക്ക് ശർക്കരയും തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എല്ലാം എളുപ്പപ്പണിയാണ്, പെട്ടെന്നുള്ള പരിപാടികളാണ് കേട്ടോ. ശർക്കരയും തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ആ ശർക്കരയൊക്കെ ഒന്ന് ഉരുകി നല്ലോണം ആ ചക്കപ്പഴവും ശർക്കരയും തേങ്ങയും എല്ലാം കൂടെ അങ്ങോട്ട് നല്ലോണം ഒന്ന് മിക്സ് ആവട്ടെ കേട്ടോ. അപ്പോൾ അതെല്ലാം നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് പൊടിച്ച് വെച്ച ജീരകവും ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കാവേ. അങ്ങനെ നമ്മളിവിടെ ജീരകവും ഏലക്കായും ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ഇതിനകത്തോട്ട് അരിപ്പൊടി കേട്ടോ ചേർത്ത് കൊടുക്കണ്ടേ. അല്ല, പൊൻകതിറിൻ്റെ നല്ല വറുത്ത അരിപ്പൊടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള അരിപ്പൊടി ചേർത്തിട്ട് ആദ്യമേ തവി കൊണ്ട് തന്നെ ഒന്ന് കുഴച്ചിട്ടു. നല്ല ചൂടായിരുന്നു. ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് ചൂടാറിയപ്പോൾ കൈ കൊണ്ട് ഒന്നുകൂടെ കുഴച്ച് നല്ലോണം എല്ലാം കൂടി മിക്സ് ആക്കിയേ. പക്ഷേ നമ്മൾ ഇല മാത്രം പറ്റിച്ചു കേട്ടോ. ശരിക്കും നമ്മളിതിൽ വഴനയില, ഞങ്ങളുടെ അടുത്ത് ഇടനയില എന്നൊക്കെ പറയും, അതിൻ്റെ അകത്ത് വേണം കുമ്പിൾ കുത്തി ഉണ്ടാക്കാൻ. അപാര ടേസ്റ്റാണ്. പക്ഷേ എനിക്ക് ആ ഇല കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം അടുത്ത പറമ്പിൽ നിന്ന് കൊക്കോടെ ഇല പറിച്ചിട്ടുണ്ട്. നമുക്ക് കൊക്കോടെ ഇലക്കകത്ത് ഉണ്ടാക്കാം. ചെറിയ ഇല ആയതുകൊണ്ട് അപ്പം ഞാനിങ്ങനെ എല്ലാം കുമ്പിളാക്കി വെച്ചു. ഞങ്ങൾ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലോണം ആവിയൊക്കെ വന്നു. നമുക്കിനി ഇത് പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കാം. ഇഡ്ഡലിത്തട്ടൊന്നും ഇല്ല കേട്ടോ. ഇഡ്ഡലിത്തട്ടൊക്കെ വീട്ടിലാണ്. ഇവിടെ ഇഡ്ഡലിത്തട്ട് കൊണ്ടുവന്നില്ല. അതുകൊണ്ട് ഇതാണ് നമ്മുടെ എളുപ്പപ്പണി. നമ്മൾ കുമ്പിളെല്ലാം കൂടെ എടുത്ത് ആവിയിലേക്ക് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് മൂടി വെച്ച് കുറച്ച് നേരം, എല്ലാം തന്നെ വെന്തതായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്ക് മൂടി വയ്ക്കാവേ. അങ്ങനെ ഇതാ നമ്മുടെ കുമ്പിളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചക്ക കുമ്പിളപ്പം. കൊക്കോടെ ഇലയിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ സാധനം ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലോട്ടൊക്കെ എന്ന് വെച്ചാൽ ഈ ഇടനയിലൊക്കെ ഇഷ്ടം പോലെ കിട്ടും. എൻ്റെ വീട്ടിൽ വലിയൊരു മരം തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് വഴനയിലയ്ക്ക് വീട്ടിൽ പഞ്ഞൊന്നുമില്ല. ഇവിടെ തൽക്കാലം നമ്മൾ കൊക്കോ മരത്തിൻ്റെ ഇല പറിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. പക്ഷേ ആ വഴനയിലയുടെ ടേസ്റ്റ് എന്തായാലും കിട്ടത്തില്ല. അങ്ങനെ ഇതാ നമ്മുടെ കുമ്പിളപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിച്ച് നോക്കാം ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നേ. നല്ല ചൂടാണ് കേട്ടോ. തുറക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ നമ്മളവിടെ നിന്ന് അടുപ്പിൽ നിന്ന് വാങ്ങിയ പാടല്ലേ. നല്ല ചൂടാണ്. ആവിയൊക്കെ പറക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഒരെണ്ണം നമ്മൾ ഇല അഴിച്ചെടുത്തിട്ടുണ്ട്. നല്ല ചൂട് ആവി പറക്കുന്നുണ്ട് കേട്ടോ. കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പം നമുക്ക് കഴിച്ച് നോക്കാം. സൂപ്പർ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടേ. നിങ്ങളും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടിപൊളിയാണ്. എൻ്റെ കണക്കിൽ മധുരം അല്പം കൂടി. ഇത്ര മധുരം വേണ്ടായിരുന്നു എന്ന് തോന്നി കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.